ആ ഇടതുപക്ഷം മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ചരിത്രം അവസാനിക്കുകയാണ്. ലെനിനെ പോലെയുള്ള ആചാര്യന്മാരൊക്കെ കുറിച്ചു വെച്ച പുസ്തകങ്ങൾ, ആ കിതാബൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വർഷം കഴിഞ്ഞു പോയി. ഇതൊക്കെ വർത്തമാനകാലത്ത് അതിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, CPIM ഉണ്ടായിട്ടില്ല. CPIനെ പറ്റി ഞാനിപ്പോൾ അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് ഗുഡ് ആസ് ലോസ്റ്റ്, അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെയും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് CPIMലായിരുന്നല്ലോ. ഈ ഏകാധിപത്യപരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ സമീപനങ്ങൾക്കെതിരായി വർഷങ്ങളോളം നടത്തിയ പോരാട്ടങ്ങളുടെ പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ പുതിയ മൂവ്മെൻറ്റ്. ഇടതുപക്ഷം ദുർബലപ്പെടുക എന്ന് പറയുന്നത്, ഇടതുപക്ഷം ഇല്ലാതാവുക എന്ന് പറയുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സജീവമായ ഇടപെടലുകളുടെ ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കേരളീയ സമൂഹത്തിൽ സമസ്ത മേഖലയിലും ആരോഗ്യകരമായിട്ടുള്ള വളർച്ചയും പുരോഗതിയും ഉണ്ടായിട്ടുള്ളത്. ആ ഇടതുപക്ഷം മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഒരു ചരിത്രം അവസാനിക്കുകയാണ്. ആരാണ് ഇടതുപക്ഷത്തെ തകർത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഇടതുപക്ഷത്തെ തകർത്തത് ഇവിടെയുള്ള വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അത് CPIയും CPIMും തന്നെയാണ്. അവരുടെ തെറ്റായ നിലപാടുകൾ, ആ നിലപാടുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുകയും വലിയ തകർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏറെക്കാലമായി അവർ സ്വീകരിക്കുന്ന സമീപനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ മനസ്സ് കാണാതെ, ഒരു ജനതയുടെ വികാരം മനസ്സിലാക്കാതെ എടുത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ പല തീരുമാനങ്ങളോടും നിലപാടുകളോടുമുള്ള വ്യത്യസ്തത പാർട്ടിക്കകത്ത് നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ CPIM അംഗീകരിച്ചിട്ടുള്ള ഒരു സംഘടനാ തത്വം ഉണ്ടല്ലോ, ആ സംഘടനാ തത്വം ജനാധിപത്യ കേന്ദ്രീകരണമാണ്. ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ലെനിൻ്റെ കാലഘട്ടത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു സംഘടനാ തത്വമാണ്. ഈ പഴയ കാലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ ലെനിനെ പോലെയുള്ള ആചാര്യന്മാരൊക്കെ കുറിച്ചു വെച്ച പുസ്തകങ്ങൾ, ആ കിതാബൊക്കെ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വർഷം കഴിഞ്ഞു പോയി. ഇതൊക്കെ വർത്തമാനകാലത്ത് അതിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സമീപനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, CPIM ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കേന്ദ്രീകരണം, അപ്പോൾ ആ ലെനിൻ്റെ കാലത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഈ ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിനെതിരായി ഏറ്റവും ശക്തമായി പോരാടിയിട്ടുള്ളൊരു പോളിഷ് വിപ്ലവകാരിയുണ്ട്, റോസ ലുക്സംബർഗ്. അവരന്ന് മുന്നറിയിപ്പ് നൽകിയൊരു കാര്യമുണ്ട്. ഈ കേന്ദ്രീകരണമെന്ന് പറയുന്നത് പാർട്ടിയുടെ സർവാധിപത്യത്തിലേക്കും പിന്നീടത് ചില വ്യക്തികളുടെ ഏകാധിപത്യത്തിലേക്കുമാണ് എത്തുക. അതോടുകൂടി അത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയല്ലാതായി മാറും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറും, അതൊരു സോഷ്യൽ ഫാസിസ്റ്റ് പാർട്ടിയായി മാറും. ഇത് തന്നെയാണ് സോവിയറ്റ് യൂണിയൻ സംഭവിച്ചത്. ഇതാണ് സംഭവിച്ചത്. ഇതാണ് മറ്റ് അവശേഷിച്ചിട്ടുള്ള പല രാജ്യങ്ങളിലും, തകർന്നു പോയ ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ സംഭവിച്ചത് ഈ ദുരന്തമാണ്. ഈ ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ എന്തേ CPIM തയ്യാറാകാത്തത്? എന്താ CPI തയ്യാറാകാത്തത്? CPIനെ പറ്റി ഞാനിപ്പോൾ അധികമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആസ് ഗുഡ് ആസ് ലോസ്റ്റ്, അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെയും ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് CPIMലായിരുന്നല്ലോ. ആ പ്രതീക്ഷയും തകരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ പാർട്ടിക്കകത്ത് ഈ ജനാധിപത്യ കേന്ദ്രീകരണത്തിനെതിരായി നിലപാടെടുത്ത ആളുകളാണ്. പക്ഷെ അതെല്ലാം അവഗണിക്കപ്പെടുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഞങ്ങൾക്കുള്ള വിയോജിപ്പ് അവിടെയൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായ വിയോജിപ്പുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ സതീഷ് പറഞ്ഞല്ലോ, വിപുലമായ കൺവെൻഷന് ശേഷം കൺവെൻഷനിൽ വെച്ച് രൂപം കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ കൗൺസിൽ യോഗം ചേർന്നു.
കൗൺസിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട 3 ഡോക്യുമെൻ്റ് അംഗീകരിച്ചു. ഒന്ന് ഞങ്ങളുടെ ഐഡിയോളജിക്കൽ ഡോക്യുമെൻറ്റ്, മറ്റൊന്ന് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ചുള്ള ഡോക്യുമെൻറ്റ്, 3 ഞങ്ങളുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ സംബന്ധിച്ചിട്ടുള്ള ഈ 3 ഡോക്യുമെൻ്റ് അവതരിപ്പിച്ചു. ഈ 3 ഡോക്യുമെൻറ്റുകളിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു. ഭേദഗതികൾ കൂടി അംഗീകരിച്ചുകൊണ്ട് CPIM ആണെങ്കിൽ നടക്കില്ല. ഞങ്ങൾ ഭേദഗതികളെ പോലും സ്വീകരിച്ചുകൊണ്ട് ആ രേഖകൾ സമ്പുഷ്ടമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ രേഖകളിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഊന്നി പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് CPIM ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം, എവിടെയാണ് ഞങ്ങൾക്കുള്ള ഭിന്നത എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ CPIMൻ്റെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ ഒരു ഭാഗം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം, ഒരു പാർട്ടി കമ്മിറ്റിക്കകത്ത് ന്യൂനപക്ഷം അഭിപ്രായങ്ങൾ അവഗണിക്കപ്പെടുകയാണ്. ഭൂരിപക്ഷം തീരുമാനം എന്താണോ ആ തീരുമാനം പാർട്ടിയുടെ തീരുമാനമായി മാറും, കമ്മിറ്റിയുടെ തീരുമാനമായി മാറും. 15 പേരടങ്ങുന്ന പാർട്ടി കമ്മിറ്റിക്കകത്ത് 10 പേര് സ്പിരിറ്റ് കച്ചവടക്കാരാണെന്ന് വെക്കുക. ബാക്കി 5 പേരെന്ത് ചെയ്യണം? ഒന്നുകിൽ സ്പിരിറ്റിന് കാവലാളായിട്ട് നിൽക്കണം, പൈലറ്റായിട്ട് പോകണം. ഇതല്ല ചെയ്യേണ്ടത്. ന്യൂനപക്ഷത്തിൻ്റെ അഭിപ്രായമെന്ന് പറയുന്നത് അവഗണിക്കപ്പെടേണ്ടതല്ല. അതിനെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു തീരുമാനത്തിലെത്താൻ പാർട്ടിക്ക് സാധിക്കണം. അങ്ങനെയാണ് പാർട്ടിയിലെ മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകാൻ കഴിയാത്തതാണ് ഇന്ന് CPIMനകത്ത് രൂപം കൊണ്ട എല്ലാ അന്തഛിദ്രങ്ങളുടെയും അടിസ്ഥാനമെന്ന് പറയുന്നത്. അതിനെതിരായിട്ടുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ ലൈൻ സംബന്ധിച്ച് ഞങ്ങളെടുത്തിട്ടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം ഞങ്ങൾ കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ വ്യത്യസ്ത അഭിപ്രായം വന്നു. അപ്പം ഞങ്ങൾ ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കിയില്ല. ഞങ്ങൾ ആ കമ്മിറ്റി ആ തീരുമാനം മാറ്റിവെക്കുകയും വീണ്ടും മണ്ഡലം കമ്മിറ്റികളിലേക്ക് ഞങ്ങൾ ചർച്ചയ്ക്ക് വിടുകയും ചെയ്തു. മണ്ഡലം കമ്മിറ്റികളുടെ ചർച്ചയെ തുടർന്ന് അതെല്ലാം തന്നെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കി ഉണ്ടാക്കിയ ഒരു കോൺസെൻസസ് ആണ് ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ജൂലൈ 6-നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുക. അതുവരെ ഞങ്ങളുടെ മുമ്പിൽ മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ പാർട്ടി നേരത്തെ സ്വീകരിച്ചിട്ടുള്ള കുറേ തെറ്റായ സമീപനങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഇപ്പോൾ 1942 മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിക്കളഞ്ഞില്ലേ? അവിടെ തൊട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ തകർച്ചയെന്ന് പറയുന്നത്. ഇന്ത്യയിലെ മനുഷ്യൻ എവിടെയാണ് നിൽക്കേണ്ടത്? മനുഷ്യൻ എവിടെയാണ് നിൽക്കുന്നത്? ജനങ്ങൾ എവിടെയാണുള്ളത്? അവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവണം. ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്ന വിപ്ലവകാരികളൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ജനങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുണ്ടാവണം എന്നാണ് പഠിപ്പിച്ചത്. ജനങ്ങളുടെ മനസ്സ് മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്ത ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ കൂടിയായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അതെന്തിൻ്റെ പേരില്ല? വേൾഡ് വാറിൽ സോവിയറ്റ് യൂണിയൻ പങ്കാളിയായപ്പോൾ യുദ്ധം ജനകീയ യുദ്ധമായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയെ വിട്ടു, ഇന്ത്യയെ മറന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പ്രശ്നമല്ല, ആ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതിലൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം. ഞങ്ങൾക്ക് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ തള്ളിപ്പറഞ്ഞ് തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊന്ന്, ഇത്തരം തെറ്റായ നിലപാടുകളും സംഘടനക്കകത്ത് ഞങ്ങളെല്ലാം പലപ്പോഴും പ്രകടിപ്പിച്ചതുമായിട്ടുള്ള ഈ ഏകാധിപത്യപരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ സമീപനങ്ങൾക്കെതിരായി വർഷങ്ങളോളം നടത്തിയ പോരാട്ടങ്ങളുടെ പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ പുതിയ മൂവ്മെൻറ്റ്. ആ പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് ഞങ്ങളുടെ പുതിയ മൂവ്മെൻറ്റ്. ആ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ ജില്ലയിലാണ് ഈ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയതെങ്കിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. CPM പ്രവർത്തകർ, CPI പ്രവർത്തകർ, മറ്റ് പല പാർട്ടികളിലും പെട്ട ആളുകളും ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് സതീഷ് പറഞ്ഞത് ഇത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും ഒരു വലിയ ലെഫ്റ്റ് മൂവ്മെൻറ്റായി. ഇപ്പോൾ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുകയും ഇടതുപക്ഷം ഇല്ലാതാകുകയും ചെയ്യുന്ന സ്പേസിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാകും. കേരളത്തിൽ റിയൽ ലെഫ്റ്റായി, കേരളത്തിൽ റിയൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രസ്ഥാനമായി ഞങ്ങൾക്ക് മാറാൻ സാധിക്കും. ആ കോൺഫിഡൻസിലാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്.